ഹലോ ഗൈസ്, ഈ ഒരു ഓഫർ ആദ്യം കണ്ട സമയത്തിന് ഞാൻ വിചാരിച്ചത് വല്ല സ്കാമും ഇല്ലായിരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഓഫർ ഞാൻ ചെയ്ത സമയത്തിന് എനിക്ക് കിട്ടിയ എവിഡൻസ് ആണ് നിങ്ങളിപ്പം കാണുന്നത്. ഇതൊരു ഓഫറാണ്. ഈ ഓഫർ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് സെക്ഷൻ എടുത്താൽ മതി. അവിടെ ഇട്ട് ഇനി ഒരു ലിങ്ക് കിടപ്പുണ്ട്. ഈ ലിങ്കിൽ തൊട്ടൊന്ന് കയറുന്ന സമയത്തിന് ഇതേപോലെയായിരിക്കും വരുന്നത്. ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ UPI ID കറക്റ്റ് ഐഡിന് കൊടുക്കണം. ഓക്കെ, ഒരിക്കലും റോങ് അടിച്ച് വെക്കരുത്. നിങ്ങളുടെ UPI ID കറക്റ്റ് ഐഡിന് കൊടുത്തതിന് ശേഷം ആ സബ്മിറ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ UPI കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുമ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് പോകുന്നത് പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യണം. പിന്നെ ഈ ഒരു ഓഫർ ചെയ്യുന്ന സമയത്തിന് നിങ്ങൾ വൈഫൈ വെച്ച് ചെയ്യരുത്. ഓക്കെ, ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻ്റർഫേസിൽ, അതായത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം, വെയിറ്റ് ആക്കി നിൽക്കണം ഒരു 5 മിനിറ്റ് നേരം. അവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് വെയിറ്റ് ആക്കി നിന്നാൽ മതി. ഞാൻ ഇപ്പം 5 മിനിറ്റ് ആപ്പിൽ വെയിറ്റ് ആക്കി നിന്നിട്ടുണ്ട്. രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഈ ഒരു ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ട്രാക്കിംഗ് ലിങ്ക്. ഈ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ കയറിയതിന് ശേഷം നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഇതേപോലെ വരും. ആപ്പ് ഇൻസ്റ്റാൾഡ് സക്സസ് കാണിക്കണം. കണ്ടില്ലേ, ഇപ്പം എൻ്റെത് സക്സസ് കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബാക്കി ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് സക്സസ് കാണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ബാക്കി ചെയ്യരുത്. ഓക്കെ, കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. ഓക്കെ, ആപ്പിൽ വന്നതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഓപ്പൺ അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ Gmail കൊടുക്കണം, OTP വെരിഫൈ ചെയ്യണം, മൊബൈൽ നമ്പർ കൊടുക്കണം, OTP വെരിഫൈ ചെയ്യണം. അതിനുശേഷമായിട്ട് KYC രജിസ്ട്രേഷൻ ആണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ പെൻ കാർഡ് കേൾക്കുന്നുണ്ട്, എല്ലാം കൊടുക്കണം. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തതിന് ശേഷം OTP വെരിഫിക്കേഷനാ അലോ ഓപ്ഷൻ ഉണ്ട്. ആ അലോ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷമായിട്ട് അടുത്തതായിട്ട് നിങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കേൾക്കും. ഓക്കെ, ബേസിക് ഡീറ്റെയിൽസാ, എല്ലാം നോക്കിയതിന് ശേഷം കൊടുത്താൽ മതി. നോമിനി ഓപ്ഷണലാ. ഓക്കെ, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ നോയാണ് കൊടുത്തത്. അതിനുശേഷമായിട്ട് മാരീഡ് ആണോ അൺമാരീഡ് ആണോ, പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വേറെ എക്സ്ട്രാ കേൾക്കുന്നുണ്ട്, എല്ലാം കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തതിന് ശേഷമായിട്ട് ട്രേഡിംഗ് എക്സ്പീരിയൻസ് കേൾക്കുന്നുണ്ട്. നോ എക്സ്പീരിയൻസ് കൊടുത്താൽ മതി. എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. അതിനുശേഷമായിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ സ്കിപ്പ് ഫോർ നൗ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷമായിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ദെൻ ഈ ഒരു ഓപ്ഷൻ 9 റുപ്പീസിൻ്റെത് ഇത് തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് കിടക്കുന്നത് 9 റുപ്പീസിൻ്റെ ഇത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിനുശേഷമായിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. സെൽഫി വെരിഫിക്കേഷനാണ്. ഓക്കെ, നിങ്ങൾ സെൽഫി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം സിഗ്നേച്ചർ, നിങ്ങൾ ബുക്കിലെ നിങ്ങളുടെ സിഗ്നേച്ചർ എഴുതിയതിന് ശേഷം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. സോ ഗൈസ്, ഇത് ഫൈനൽ സ്റ്റെപ്പാണ്. ഇത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തതിന് ശേഷം ഓക്കെ, നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പറിലോട്ട് OTP വരും. ആ ഒരു OTP കൂടെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതേപോലെ വരും. ഓക്കെ, 24 അല്ലെങ്കിൽ 48 ഹവേഴ്സിനുള്ളിലായിരിക്കും അപ്രൂവ് ആവുന്നത്. അതുവരെ നിങ്ങൾ ഒരിക്കലും ആപ്പിനെ അൺഇൻസ്റ്റാൾ ആക്കി കളയരുത്. ഓക്കെ, ഒരിക്കലും കളയരുത്. കമ്പനി നിങ്ങൾക്ക് ഒന്നും തരത്തില്ല. ഓക്കെ, അക്കൗണ്ട് അപ്രൂവ് ആവണം. ഓക്കെ, ചിലപ്പം ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ കുഴപ്പമില്ല, നിങ്ങൾ അക്കൗണ്ട് അപ്രൂവിന് ശേഷമായിരിക്കും കമ്പനി നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഈ ഒരു ഓഫർ ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് ഒബിയസ്ലി നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ കാണാനായിട്ട് പറ്റും. അതിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. സോ ബൈ.